ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. അങ്ങനെ നമ്മളെ കുറേ കാലം വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് ശേഷം മഹീന്ദ്ര അവരുടെ രണ്ട് പുതിയ വാഹനങ്ങളായ BE6ൻ്റെയും അതുപോലെ XUV90യുടെയും ഒഫീഷ്യൽ പ്രൈസ് ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. പിന്നെ ഇപ്രാവശ്യം അവരെന്തായാലും ഇതുവരെ വിട്ടതുപോലെ ആദ്യം ബേസ് വേരിയൻ്റ് വിട്ടു, പിന്നെ പുറത്ത് തന്നെ പറഞ്ഞു, ഐ മീൻ ടോപ്പ് തന്നെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നടുവിൽ തന്നെ മാത്രം, അല്ലെങ്കിൽ 59 മാത്രം, ഒരു 79 മാത്രം, അങ്ങനെ നല്ല പറഞ്ഞിരിക്കുന്നത്. ഇപ്രാവശ്യം അവർ കംപ്ലീറ്റ് പ്രൈസ് ലിസ്റ്റ് ആസ് സച്ച് അങ്ങനെ തന്നെയാണ് പുറത്ത് വിട്ടിരിക്കുന്നത്. ഏതൊക്കെ വേരിയൻസ് ഉണ്ടെന്ന്, അതുപോലെ തന്നെ ഓരോ വേരിയൻസിൽ എന്തെങ്കിലും ബാറ്ററി ഓപ്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഈ വേരിയൻസിൻ്റെ ഫീച്ചേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എല്ലാം അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ തീർച്ചയായും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പോൾ നമുക്ക് എന്തായാലും ഈ വീഡിയോയിൽ അതെല്ലാം കൂടെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ വീഡിയോയിലൂടെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പ്രൈസിങ്ങിനെ പറ്റിയായിരിക്കും. ആദ്യം തന്നെ നമുക്കിതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ അറിയാനുള്ളത് വേരിയൻസും അതുപോലെ ബാറ്ററി ഓപ്ഷൻസും ഒക്കെയാണ്. മിക്കവാറും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. ഇനി ഇൻ കേസ് അറിയില്ല എങ്കിൽ രണ്ട് ബാറ്ററി ഓപ്ഷൻസിലാണ് നമ്മുടെ BE6ഉം XUV90യും രണ്ട് വാഹനങ്ങളും എത്തുന്നത്. ഒന്നൊരു 59 kWh ബാറ്ററി പാക്കാണ്, പിന്നെ വരുന്നത് 79 kWh ബാറ്ററി പാക്കാണ്. നമ്മൾ ഇത്രയും കാലം വിചാരിച്ചത് അവർ എല്ലാ വേരിയൻസിലും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മിഡിൽ വേരിയൻറ്റ് മുതലെങ്കിലും 79 kWhൻ്റെ ഓപ്ഷൻ കൊടുക്കുമെന്നായിരുന്നു. പക്ഷേ എന്നാൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അതിന് പകരം നമുക്ക് പാക്ക് 3 ടോപ്പ് ആൻഡ് വേരിയൻസിൽ മാത്രമാണ് ഒരു 79 kWh ബാറ്ററി പാക്കപ്പ് ഓഫർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ബാക്കി താഴത്തുള്ള വേരിയൻസ്, അതായത് പാക്ക് വൺ എബവ് എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് അവർ കാണിച്ചിട്ടുണ്ട്. അത് BE6ൽ മാത്രമേ ഉള്ളൂ, XUV90ലില്ല. ബട്ട് സ്റ്റിൽ BE6ൽ നമുക്ക് അങ്ങനെ ഒരു വേരിയൻറ്റ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് പാക്ക് 2 ആണ്. ഈ പറയുന്ന 3 വേരിയൻസിലും നമുക്ക് 59 kWh ബാറ്ററി പാക്കാണ് കിട്ടുന്നത്. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല 59 kWh ബാറ്ററി പാക്ക് എന്ന് പറയുമ്പോൾ, കാരണം ഈ സെഗ്മെൻറ്റ് വരുന്ന ഇപ്പോൾ ഇറങ്ങിയ നമ്മുടെ ക്രെറ്റ EVയിൽ 51.3 kWh ആണ്. അതുപോലെ ZS-EVയിൽ അറൗണ്ട് 50 kWh ആണ്. ടാറ്റയുടെ കെർവിൻ്റെ മാക്സിമം ലോങ് റേഞ്ചിൽ 55 kWh ആണ്. അങ്ങനെ നോക്കുമ്പോൾ മിക്ക വാഹനങ്ങളുടെയും 55 ആ റേഞ്ചിൽ തന്നെയാണുള്ളത്. ആകെ സെയിം പ്രൈസിൽ ഇത്തിരിയും കൂടെ സൈസുള്ള ബാറ്ററി വരുന്നുണ്ടെങ്കിൽ അത് EV10-ലായിരിക്കും. 61 kWh ബാറ്ററി പാക്കാണ് അതിൻ്റെ അകത്ത് ലോങ് റേഞ്ചിലുള്ളത്. മീഡിയം റേഞ്ചിൽ 49 ആണത്. എന്തായാലും നമുക്ക് ഇനിയും വലിച്ചു കിട്ടാതെ ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ പ്രൈസിലോട്ട് കിടക്കാം. ആദ്യം BE6 തന്നെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അവർ ആദ്യം വണ്ടി ഇറക്കിയ സമയത്ത് BE6e എന്നായിരുന്നു പേരെങ്കിലും ഇൻഡിഗോ പണിയെടുത്തതിന് ശേഷം ഇപ്പോൾ അവർ ഇതിൻ്റെ പേര് BE6 തന്നെ ആക്കിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു കുറച്ച് കാലത്തേക്ക് ടെമ്പററി ആയിട്ട് മാറ്റിയിട്ട് പിന്നെ BE6 തന്നെ ആക്കുമായിരിക്കുന്നു. അതായത് ലോഞ്ചിൻ്റെ ആ ഒരു സമയമൊക്കെ, അതായത് പ്രൈസും സംഭവങ്ങളൊക്കെ പറയുമ്പോഴേക്കും, അവർ ഡെലിവറി കൊടുത്തു തുടങ്ങുമ്പോഴേക്കും അവരതിൻ്റെ ആ ഒരു പേരിൻ്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ടാവുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴും ആ ഒരു ഇഷ്യൂ സോൾവ് ആയിട്ടില്ല. BE6 തന്നെയാണ് ഈ വാഹനത്തിൻ്റെ പേര് വന്നിരിക്കുന്നത്. എനിവേ നമുക്കിപ്പം ഇതിൻ്റെ ബേസ് വേരിയൻ്റെ പ്രൈസ് ഓൾറെഡി അറിയായിരുന്നു. 18.9 lakhs എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. XUV90യുടെയും 21.9 lakhs എന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് അറിയാനുള്ളത് അതിന് തൊട്ട് മുകളിൽ നിൽക്കുന്ന പാക്ക് 1 എബവ് എന്ന് പറഞ്ഞ വേരിയൻ്റാണ് അടുത്ത് നിൽക്കുന്നത്. അത് 20.5 lakhsലാണ് ഒരു പ്രൈസ് ഇരിക്കുന്നത്. ഈ വേരിയൻറ്റിനെ പറ്റി മഹീന്ദ്ര വണ്ടി കാണിച്ച സമയത്തൊന്നും പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ്. മിക്കവാറും പാക്ക് 1ഉം 2ഉം തമ്മിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് ഡിഫറൻസ് ഉള്ളതുകൊണ്ടായിരിക്കാം അവർ ഇങ്ങനത്തെ ഒരു അഡീഷണൽ വേരിയൻറ്റ് കൂടെ അതിൻ്റെ ഇടയിലെടുത്തിട്ടത്. അതിൻ്റെ പ്രൈസ് വരുന്നത് 20.5 lakhs ആണ്. അതായത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴും അത്യാവശ്യം പ്രൈസ് ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. 1.6 lakhsനടുത്ത് നമ്മൾ പാക്ക് 1 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിന് കൂടുതൽ കൊടുക്കുന്നുണ്ട്. പിന്നെ പാക്ക് 2ലേക്ക് വരാനാണെങ്കിൽ 21.9 lakhs ആണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. 1.4 lakhs ആണ് നമ്മൾ പാക്ക് 1 എബവ് എന്ന് പറഞ്ഞ വേരിയൻറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് കൂടുതൽ കൊടുക്കേണ്ടത്. പിന്നെ വരുന്നത് പാക്ക് 3 സെലക്ട് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. പാക്ക് 3 സെലക്റ്റും പാക്ക് 3യും തമ്മിലും അവർ കുറച്ച് ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. അവിടെയും നമുക്ക് ഏകദേശം ഇപ്പോൾ പാക്ക് 2 അതുപോലെ പാക്ക് 3 സെലക്ട് എടുക്കാനാണെങ്കിൽ അവിടെയും നമുക്ക് ഓൾമോസ്റ്റ് 2.6 lakhsനടുത്ത് ഒരു പ്രൈസ് ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട്. സത്യം പറഞ്ഞ ഇവരുടെ പ്രൈസിൻ്റെ ഒരു ഡിഫറൻസ് അത്യാവശ്യം നല്ല കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ അതിന് മുകളിലേക്ക് പാക്ക് 3യിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ 26.9 ആണ്. അത് നമുക്ക് ഓൾറെഡി അറിയായിരുന്നു. പക്ഷേ അവിടെയും നല്ലൊരു പ്രൈസ് വേരിയേഷൻ വരുന്നുണ്ട്. 2.4 lakhsനടുത്ത് പിന്നെ നമ്മൾ അഡീഷൻ കൊടുത്താലാണ് നമുക്ക് പാക്ക് 3 എന്ന് പറഞ്ഞ ഫുള്ളി ലോഡഡ് ആയിട്ടുള്ളൊരു വേരിയൻറ്റ് കിട്ടുന്നത്. പിന്നെ ഒരു വ്യത്യാസമുള്ളത് പാക്ക് 3 നമുക്ക് 79 kWh ബാറ്ററി പാക്കിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. പാക്ക് 2 അതുപോലെ പാക്ക് 3 സെലക്ട് അതൊക്കെ 59 kWh ആണ്. അപ്പോൾ പിന്നെ ആ 2.4 lakhsന് ഡിഫറൻസ് കമ്പയർ ചെയ്യുമ്പോൾ അത് കൈൻഡ് ഓഫ് കോമ്പൻസേറ്റ് ആവുന്നു എന്ന് പറയാം. കാരണം മറ്റതിന് ഇപ്പോൾ 79 ആണെങ്കിൽ അറൗണ്ട് 500 കിലോമീറ്റേഴ്സിനടുത്തൊക്കെ നമുക്ക് റിയൽ ലൈഫ് റേഞ്ച് ഈസി ആയിട്ട് കിട്ടും. മറ്റത് 59 ആകുമ്പോഴേക്കും ഒരു 400 കിലോമീറ്റേഴ്സിനടുത്തൊക്കെ ആയിരിക്കും റിയൽ ലൈഫ് റേഞ്ച് കിട്ടുന്നത്. 400 കിലോമീറ്റർ മോശമാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അഡീഷണൽ 500 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 100 കിലോമീറ്റേഴ്സിനടുത്ത് അഡീഷണൽ റേഞ്ച് കിട്ടുക എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് അത്രയും അഡീഷണൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും 79 kWh മോഡൽ എടുക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നതിന് ഡെലിവറിയാണ്. അതും അവരിപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുന്നേ മഹീന്ദ്ര ഈ ഒരു സംഭവം അങ്ങനെ പറയാറില്ലായിരുന്നു. അവർ ജസ്റ്റ് വണ്ടി കൊടുക്കുമ്പോൾ കിട്ടട്ടെ ആൾക്കാർക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. പക്ഷേ എന്തായാലും ഇപ്പോൾ അവർ അതൊക്കെ മാറ്റിയിട്ടുണ്ട്. നമുക്ക് വണ്ടി ഡെലിവറി തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവർ എപ്പോഴൊക്കെ ആയിരിക്കും ഓരോ വേരിയൻസിൻ്റെ ഡെലിവറി കിട്ടുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. മറ്റേ ശരിക്കും ഒരു സർപ്രൈസാണ്. നമ്മളിപ്പോൾ ബുക്ക് ചെയ്യുന്നു, ബുക്കിംഗ് തുടങ്ങുന്ന സമയത്താണ് ആൾക്കാർ അറിയുന്നത്. ബുക്ക് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും മിക്കവാറും അവർക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ അത് കാണിക്കുന്ന അടുത്ത വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട് മാർച്ചിൽ അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞ് ഏപ്രിൽ എന്നൊക്കെ പറഞ്ഞായിരിക്കും. എന്തായാലും ഇപ്പോൾ അവർ കാണിച്ചിരിക്കുന്ന അനുസരിച്ച് നമ്മുടെ പാക്ക് 1 വേരിയൻസ് ഓഗസ്റ്റ് 2025 മുതൽ അവർ കൊടുത്തു തുടങ്ങുമെന്ന് പറയുന്നുണ്ട്. പാക്ക് 1 അബവും സെയിം ടൈം ലൈൻ ആണ്. അതുപോലെ പാക്ക് 2 വേരിയൻസ് ജൂലൈ മുതലാണ്
അവർ കൊടുത്തു തുടങ്ങാൻ പോകുന്നത്. പാക്ക് 3 നമുക്ക് ജൂൺ മുതലായിരിക്കും കിട്ടിത്തുടങ്ങുന്നത്. പാക്ക് 3 സെലക്ട് 59 കിലോവാട്ട് അവർ വെച്ച് വരുന്നത്. പാക്ക് 3 എന്ന് പറഞ്ഞ് 79 കിലോവാട്ട് അവർ വെച്ച് വരുന്ന മോഡലാണ് ആദ്യം ഇറക്കാൻ പോകുന്നത്. അത് മാർച്ച് പകുതിയൊക്കെ ആകുമ്പോഴേക്കും അവർ ഡെലിവറി കൊടുത്തു തുടങ്ങും. അത് തന്നെ അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം ഡെലിവറി കൊടുത്തു തുടങ്ങുന്നത് ടോപ്പ് ആൻഡ് പാക്ക് 3 വേരിയൻ്റ് ആയിരിക്കുമെന്ന്. പക്ഷേ 79ഉം 59ഉം അങ്ങനെ ഏത് ബാറ്ററി ആയിരിക്കും എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോൾ എന്തായാലും അതും കൺഫേം ആയി. 79 കിലോവാട്ട് അവറിൻ്റെ മോഡൽ തന്നെയായിരിക്കും അവരിപ്പോൾ ആദ്യം ഡെലിവറി കൊടുത്തു തുടങ്ങുക എന്നുള്ളത്. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട സംഭവം ഇതിൻ്റെ പ്രൈസ് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ബാക്കി കോമ്പറ്റീഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങളിപ്പം ഡയറക്റ്റ് കോമ്പറ്റീഷൻ, അതായത് ഇപ്പോൾ ഏകദേശം ഈ B6-ൻ്റെ ഒക്കെ പ്രൈസിൽ വരുന്ന കർവാണ്, പ്രൈസല്ല B6-ൻ്റെ സൈസിൽ വരുന്ന കർവാണ്. പ്രൈസിൽ കർവ് വരുന്നു എന്ന് പറയാൻ പറ്റില്ല, കാരണം കർവിൻ്റെ ടോപ്പ് മോഡൽ 22 ലാക്സിനടുത്താണ് അവസാനിക്കുന്നത്. എല്ലാം നമ്മൾ എക്സ്ഷോറൂം പ്രൈസാണ് പറയുന്നത്. ഇതിപ്പോൾ എക്സ്ഷോറൂം പ്രൈസാണല്ലോ കാണുന്നത്, അപ്പോൾ ഡയറക്റ്റ് എക്സ്ഷോറൂം ടു എക്സ്ഷോറൂം തന്നെ കമ്പയർ ചെയ്യാം. പക്ഷേ ഈ വണ്ടിയുടെ എടുക്കാനാണെങ്കിൽ 21.9 ആണ് നമുക്കിതിന് മിഡിൽ വേരിയൻറ്റ് കിട്ടുന്നത്. സോ അത് രണ്ടും ഏകദേശം സെയിം പ്രൈസാണ്. മറ്റേത് കർവിൻ്റെ ലോങ് റേഞ്ച് ആണ്. ഇതിന് പിന്നെ അഡീഷണൽ നമുക്ക് 4 കിലോവാട്ട് അവർ ബാറ്ററിക്ക് സൈസ് കൂടുതൽ കിട്ടുന്നുണ്ട്. പിന്നെ വണ്ടി ഈ ഒരു പുതിയ റാഡിക്കൽ ഡിസൈനിലൊക്കെയാണ് വരുന്നത്. ഇഷ്ടംപോലെ ഒരു പുതിയ കോൺസെപ്റ്റ് ഉള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കാണാം ഈ വണ്ടി, അങ്ങനെയൊക്കെ പറയാം. പക്ഷേ എന്നാൽ പോലും ഓവറോൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ബാക്കി വേരിയൻസ് ഒക്കെ ഇത്തിരി എക്സ്പെൻസീവ് ആണെന്ന് പറയും. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വേരിയൻറ്റിൽ തന്നെ നമുക്ക് കർവിൽ കിട്ടുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും കിട്ടുന്നുണ്ട്. അത് കർവിൻ്റെ ടോപ്പ് മോഡലാണെങ്കിലും ഇതിൻ്റെ അത് മിഡിൽ വേരിയൻസിൽ തന്നെ ഒരു അത്യാവശ്യം നന്നായിട്ട് എക്വിപ്പ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ ഒരു കാര്യം ആലോചിച്ച് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ടോപ്പ് മോഡൽ എടുക്കാനാണെങ്കിൽ ഇപ്പോൾ 24.5 ലാക്സ് എന്ന് പറയുമ്പോൾ പാക്ക് 3 സെലക്ട് 59 കിലോവാട്ട് ബാറ്ററി പാക്കിന് വലിയ കുഴപ്പമില്ലാത്തൊരു പ്രൈസാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഈ അടുത്ത് വന്ന ക്രെറ്റ EVയുടെ പ്രൈസ് നോക്കുകയാണെങ്കിൽ അതിന് ടോപ്പ് എൻ്റെ 23.5 അവർ അവസാനിപ്പിച്ചിരിക്കുന്നത്. അത് 51.4 കിലോവാട്ട് ബാറ്ററി പാക്കുള്ള മോഡലാണ് എന്നും കൂടെ ആലോചിക്കണം. ഇതിനേക്കാൾ അത്യാവശ്യം നല്ല സൈസ് കൂടുതലുണ്ട് ബാറ്ററിക്ക്. 7.7 കിലോവാട്ട് അവറിനടുത്ത് ബാറ്ററിക്ക് സൈസ് കൂടുതൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് റിയൽ ലൈഫിൽ റേഞ്ചും ബെറ്റർ ആയിട്ട് കിട്ടും. പിന്നെ പാക്ക് 3 സെലക്ട് എന്ന് പറയുമ്പം അവർ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് കൊടുത്തിട്ടുണ്ടാകും. അതുകൊണ്ട് ആ കാര്യത്തിലും നമ്മൾ ക്രെറ്റ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഈ വണ്ടി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ നമ്മുടെ ടാറ്റയുടെ പുതിയ Sierra EV വരുന്ന സമയത്ത് അത് കർവിന് മുകളിലായിരിക്കും പ്ലേസ്മെൻറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസ് ഏകദേശം നമ്മുടെ ഈ ഒരു B6-ൻ്റെയൊക്കെ അടുത്തായിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള അത്രയും ഫീച്ചേഴ്സ് കൊടുത്തില്ലെങ്കിൽ പിന്നെയും അവിടെ ടാറ്റയ്ക്കും പണി കിട്ടും. ഇതിപ്പോൾ ഒരു ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു വണ്ടിയാണ്. അതായത് ഇത്രയും ഫീച്ചേഴ്സ് നമുക്ക് ഇതുവരെ ഈ പ്രൈസ് പോയിന്റിൽ കിട്ടിയിട്ടില്ല. ഇത്രയും ഫീച്ചേഴ്സ് എന്ന് മാത്രമല്ല, ഇത്രയും പവർ 59 കിലോവാട്ട് അവർ മോഡലിൽ തന്നെ 230 bhp പവർ ഉണ്ട്. ഇനി അതല്ല 79 കിലോവാട്ട് അവറുള്ള മോഡൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 280 bhp പവർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈവൻ റേഞ്ച് ആണെങ്കിൽ പോലും 79 കിലോവാട്ട് അവർ ബാറ്ററി പാക്ക് ഈ പ്രൈസ് പോയിന്റിൽ ആരും ഇതുവരെ ഓഫർ ചെയ്ത് തുടങ്ങിയിട്ടില്ല. പിന്നെ നമ്മുടെ XUV90യുടെ പ്രൈസ് നിങ്ങൾ നേരത്തെ അവിടെ കണ്ടു, 30.5 ലാക്സിലാണ് അത് ടോപ്പ് ഔട്ട് ചെയ്യുന്നത്. അതിനങ്ങനെ പ്രത്യേകിച്ച് വേറെ റൈവൽസ് ഒന്നുമില്ല. നിങ്ങളിപ്പോൾ B6 നോക്കാൻ പോയി ബാക്കിൽ സ്പേസ് കുറവാണെന്ന് തോന്നുന്നു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ XUV90ലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം എന്ന് മാത്രം. ഇത്രയും റാഡിക്കൽ ഡിസൈനിൽ വരുന്നൊരു വണ്ടിയൊന്നുമല്ല XUV90. ആർക്കാണെങ്കിലും അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല റൂമി ആയിട്ടുള്ള ഒരു ബേജ് ഇൻറ്റീരിയേഴ്സ് ഒക്കെയാണ് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഈവൻ സ്പേസ് ആണെങ്കിൽ പോലും അകത്ത് അത്യാവശ്യം അതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. സോ നിങ്ങളിപ്പോൾ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടിയൊക്കെയാണ് നോക്കുന്നത്, അല്ലെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലം വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. പിന്നെ അതിൻ്റെ സെഗ്മെൻറ്റിൽ നമുക്കിപ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റിയ വേറെ കൂപ്പ SUVs ഒന്നും അത്രയും സൈസിൽ വരുന്നില്ല. ഇനി അതല്ലാണ്ട് നോക്കുകയാണെങ്കിലും BYD അറ്റോ 3 ഒക്കെ വേണമെങ്കിൽ പറയാം, അത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഗൈസ്, ഇതിൻ്റെ പ്രൈസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻസിൽ പറയുക. അതുപോലെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വണ്ടിക്ക് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ടാഗ് പ്രൊഡക്ട്സ് നോക്കുക, ഇതിൻ്റെ അകത്ത് നിങ്ങൾക്കെല്ലാം ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.